ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി നമസ്കരിച്ച് കഴിഞ്ഞ ഒരു സ്വഹാബിയെ വിളിച്ചിട്ട് ചോദിച്ചു, സലാം വീട്ടിയാൽ ഉടനെ തന്നെ അദ്ദേഹം വീട്ടിലേക്ക് പോകും. അപ്പോൾ എല്ലാ ദിവസവും ഇപ്രകാരം സുബഹി സലാം വീട്ടിയാൽ ഉടനെ തന്നെ എഴുന്നേറ്റ് പോകുന്ന ആ മനുഷ്യനോട് പ്രവാചകൻ ചോദിച്ചു, അള്ളാഹുവിനോട് നിനക്കൊന്നും ചോദിക്കാനില്ലേ? അപ്പോ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ താമസിച്ച് സലാം വീട്ടിയതിന് ശേഷം പിന്നെ താമസിച്ച് എൻ്റെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ഹറാമ് ഭക്ഷിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാര്യം, എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന വൃക്ഷം, ഈത്തപ്പഴത്തിൻ്റെ വൃക്ഷം എൻ്റെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. അത് വിളഞ്ഞു നിൽക്കുന്ന പഴങ്ങൾ തറയിൽ കിടക്കുമ്പോൾ എൻ്റെ മക്കൾ ഉറക്കമെഴുന്നേറ്റ് വന്ന് കഴിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അവർ ഉറക്കമെഴുന്നേറ്റ് വന്നാൽ ഈ പഴം കണ്ടാൽ എടുത്ത് കഴിക്കും. അത് ഞാൻ ഭയപ്പെടുന്നു. അവരുടെ വയറ്റിലേക്ക് ഹറാമായ ഭക്ഷണം എത്തുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു നബിയെ. ഞാൻ അതുകൊണ്ട് സുബഹി നമസ്കരിച്ച് സലാം വീട്ടിയാൽ ഉടനെ തന്നെ പെട്ടെന്ന് അവിടേക്ക് ചെല്ലുകയും ആ വീണ് കിടക്കുന്ന ഈത്തപ്പഴങ്ങൾ പറക്കിയെടുത്ത് അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കുകയും ചെയ്യും നബിയെ. എൻ്റെ മക്കൾക്ക് ഹറാമ് അവരുടെ ഉള്ളിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്രകാരം ചെയ്യുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ മനുഷ്യൻ പറയുകയുണ്ടായി. നാം മനസ്സിലാക്കേണ്ട വളരെ വലിയ ഒരു വിഷയമാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ മാതാപിതാക്കൾ, അവർക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ സമ്പാദിച്ചു കൊടുക്കുന്നതിൽ ഹലാല് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, ഹറാം ഉണ്ടാകാൻ പാടില്ല. അതിൽ നമ്മൾ വളരെ സൂക്ഷ്മത പാലിക്കണം. വെറുമൊരു ഈത്തപ്പഴത്തിന് വേണ്ടി ആ സ്വഹാബി ഇത്രത്തോളം സൂക്ഷ്മത കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ വളരെ വളരെ മോശമായ അവസ്ഥയിൽ പല ആളുകളും സമ്പത്തുണ്ടാക്കുന്നുണ്ട്. പല ഹറാമുകളും പല ആളുകളെയും പറ്റിച്ചുകൊണ്ടും കൊടുക്കുന്നത് എന്തോ ആകട്ടെ, അത് ഹലാലായിരിക്കണം. തീർത്തും ഒരൽപ്പം പോലും ഹറാമ് കലരാത്ത രീതിയിൽ, തീർത്തും ഹലാലായ രീതിയിൽ നമ്മൾ നമ്മുടെ മക്കളെ ഭക്ഷിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വലിയ ഭവനം കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഭയങ്കരമായ ഭക്ഷണങ്ങൾ, വലിയ വിഭവങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് കുറച്ചു മതിയാവും. പക്ഷേ നിങ്ങൾ ഹലാലാണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ തീർത്തും അവരെ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. അവർ നല്ല സ്വാലിഹീങ്ങളായിരിക്കും. അവരുടെ മനസ്സിൽ എപ്പോഴും നന്മ ഉള്ളവരായിരിക്കും. അപ്പൊ നമ്മൾ ആ വിഷയത്തെ നമ്മൾ ശ്രദ്ധിക്കണം. ആ ചരിത്രം പറയുമ്പോൾ നബിത്തങ്ങൾ ഈ സംഭവത്തെ, ആ മനുഷ്യന്റെ ആ വാക്കുകൾ കേൾക്കുകയും ഇത്രയും വലിയ നന്മ മനസ്സിലാക്കുകയും അദ്ദേഹത്തിന് ആ അയൽവാസിയുടെ മുറ്റത്ത് നിന്ന് ആ വൃക്ഷത്തിൽ നിന്നുള്ള പഴങ്ങൾ ആ വൃക്ഷം തന്നെ വാങ്ങിച്ചു കൊടുത്തു എന്നും ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ തീർത്തും നമ്മുടെ ജോലി എന്താണോ അത് ഹലാലായ രീതിയിലുള്ള സമ്പത്തുണ്ടാവുന്ന ജോലിയായി നമ്മൾ തിരഞ്ഞെടുക്കുകയും നമ്മുടെ ഭാര്യ, മക്കൾ, സന്താനങ്ങളൊക്കെ അവർക്കൊക്കെ നമ്മൾ കൊടുക്കുകയും മറ്റ് പാവപ്പെട്ട ആളുകൾക്ക് ചെലവഴിക്കുകയൊക്കെ നമ്മൾ ചെയ്യുക. അതുപോലെ തീർത്തും നമ്മൾ ഹലാല് നമ്മൾ കണ്ടെത്തുക. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.